ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചൈന, പാകിസ്ഥാൻ നമ്മളൊരു ഓപ്പറേഷൻ സിന്ദൂർ കൊടുത്തു, ചൈനയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നും ഇവരെന്താ പെട്ടെന്ന് ചൈനയെ കുറിച്ച് വാർത്ത എടുക്കുന്നതെന്ന്. ചൈന നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പല ആൾക്കാർക്കും തോന്നുന്നു വെറുതെ പറയുകയായിരിക്കും. അല്ല, ഇത് പറയുന്നത് ഞാനല്ല. 3 രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഈ 3 രാജ്യങ്ങൾ ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട് എന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ ഈ ഇടയ്ക്ക് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അത് പ്രേക്ഷകർ മനസ്സിലാക്കണം. ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള സഹകരണം വർദ്ധിക്കുന്നത് പ്രാദേശിക സ്ഥിരതയ്ക്കും സുരക്ഷാ ബലതന്ത്രത്തിനും അപകടമാക്കാനിടയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ സഹകരിക്കുന്നുണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ കൂടെ ചൈന കൂടെ വന്ന് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 സ്ഥലത്തും വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തുന്നുണ്ട്. നമ്മുടെ ഡിഫൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ അതിവേഗം നമ്മുടെ ഡിഫൻസ് സിസ്റ്റം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചൈനയിൽ നിന്ന് ഏത് നിമിഷവും ഒരു അറ്റാക്ക് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ചൈന സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്തായാലും ഇന്ത്യ നേരിടുന്ന പ്രധാന സുരക്ഷാ ഭീഷണി, പല ആൾക്കാർക്കും പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോഴാണ് ഇവിടെ ചോദ്യം തളിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, പാകിസ്ഥാൻ അല്ല, ചൈനയാണ്. ഈ ചൈനയാണെന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ ശേഷം തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം ഇത് ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് പറഞ്ഞത് ഈ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ്. അതായത് മുന്നറിയിപ്പ് നൽകിയത് 1950 തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം നെഹ്റുവിന് എഴുതിയ ഒരു കത്തുണ്ട്. ചൈനയിൽ നിന്ന് ഉരുത്തിരിയാനിടയുള്ള സുരക്ഷാ ഭീഷണി എല്ലാം ചൂണ്ടിക്കാട്ടിയാണ് നെഹ്റുവിന് ഈ കത്തെഴുതിയത്. ചൈന ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാനൊരു സാധ്യതയുണ്ട്. ടിബറ്റ് അസ്തമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ടിബറ്റ് അസ്തമിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ അതിർത്തി ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് എത്തും. അതിനുശേഷം ഇന്ത്യയാണ് ചൈനയുടെ സുരക്ഷ. നെഹ്റുവിന് എല്ലാം വിശദമായിട്ട് കത്തെഴുതിയിട്ടാണ് നെഹ്റു എന്ന് പറയുന്ന നമ്മുടെ ആധുനിക ശില്പി വീറ്റോ പവർ ചൈനയ്ക്ക് കൊടുത്തത്. ഇതാണ് അവിടെയൊക്കെ നടന്നത്. പിന്നെ അക്സായിജിനകത്ത് ചൈനയ്ക്ക് കൊടുത്തത് ഈ തരിശ് ഭൂമി എടുത്തു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ എടുത്തു കൊടുത്ത വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1950 ഉപപ്രധാനമന്ത്രി ആയിരുന്നല്ലോ പട്ടേൽ. ജവഹർലാൽ നെഹ്റുവിന് അന്ന് കത്തയച്ചതിൽ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചൈനയുമായിട്ടുള്ള ഏറ്റവും വലിയ ഈ എന്താ പറയാ സംഘർഷങ്ങൾ, ആ ഒരു സൂചന നമുക്ക് നൽകിയത് 1998 അന്നത്തെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ 1ാം നമ്പർ ഭീഷണിയാകാൻ പോകുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ചൈനയാണ് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി മാത്രമുള്ള ഒരു ഭരണകൂടമായിരുന്നല്ലോ ഇവിടെ 2014 വരെ ഭരിച്ചുകൊണ്ടിരുന്നത്. ചൈന, ബിജുട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, എന്തുകൊണ്ട് ചൈന അതിർത്തിയിൽ റോഡ് പണിയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് പണിയുന്നില്ല? നമ്മൾ കൂടെ പണിതാല ചൈന ആ റോഡ് കൂടി ഇന്ത്യയിലോട്ട് കയറി വരില്ലേ? പിന്നെ എന്തിനാണ് നിനക്ക് പട്ടാളവും പോലീസിനെയൊക്കെ തന്നിരിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അന്ന് വെടിയേറ്റ ബോധം കെട്ട് വീഴുന്ന പ്രതിരോധ മന്ത്രിയായിരുന്നു എ കെ ആന്റണി ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പോരാത്തതിന് എ കെ ആന്റണി അന്ന് പറഞ്ഞത് എനിക്കൊരു നാണക്കേടുമില്ല. എ കെ ആന്റണി അന്ന് പാർലമെന്റിൽ പറഞ്ഞാണ് എനിക്കൊരു നാണക്കേടുമില്ല, ഐ എം കംപ്ലീറ്റ്ലി നാണംലെസ് മാൻ. അതായത് എനിക്ക് നാണക്കേടില്ലാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ചൈന അവിടെ പണിതോട്ടെ, നമ്മൾ ഇപ്പുറത്ത് പണിതാൽ ചൈനയ്ക്ക് എന്ത് തോന്നും? മനസ്സിലായില്ലേ? ചൈനയ്ക്ക് എന്ത് തോന്നും? അങ്ങനെ 2 കൈയും കൂട്ടി മുട്ടുമ്പോ മാത്രമല്ലേ ശബ്ദം ഉണ്ടാകൂ. അപ്പൊ 2 കൈയും കൂട്ടി മുട്ടിക്കണ്ട, ഒരു കൈയും ഒരു കരണക്കുറ്റിയും കൂടെ കൂട്ടിമുട്ടിയാലും ശബ്ദം കേൾക്കുമെന്ന് ഇയാൾക്ക് അറിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ചൈന വലിയ രീതിയിലുള്ള ഭീഷണി ഇന്ത്യക്ക് സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളെ ചൈന അതിഭീകരമായിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ചൈനയെ നേരിടാൻ, അതിവേഗം തയ്യാറെടുക്കുകയാണ്. ചൈന കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ വാർത്തകളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇനിയിപ്പോ ഇതിന്റെ താഴെ കമന്റ് വന്നിട്ട് തള്ളാണ്, മറ്റതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ചൈന കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്. ചൈനയുമായിട്ട് ഇന്ത്യ ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അതിനിടയിൽ അതാണ് നമ്മുടെ വാർത്ത. നമ്മുടെ ജയശങ്കർ ചൈനയിലോട്ട് പോകുന്നു. അത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ. എന്തിനാ? 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോഴ് ഈ ചൈന ആക്രമിക്കും എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ മീഡിയാസ് ആണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വലിയ രീതിയിൽ വാർത്ത കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അവർ പറയുന്ന കാര്യം, ഇന്ത്യ വളരെ വേഗം അവരുടെ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേൽ അടക്കമുള്ളിടത്തുനിന്ന് ചില മിസൈലുകളും കൂടി അവർ വാങ്ങുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവർ ഇന്റർനാഷണൽ മീഡിയസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം അവർ ചൈനയുമായിട്ട് ഒരു പക്ഷേ അടുത്ത് തന്നെ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ അതിനെ വിലയിരുത്തുന്നില്ല. കാരണം ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഡൊണാൾഡ് ട്രംപ് ആണ്, അമേരിക്കൻ പ്രസിഡന്റ് ആണ്. കാരണം ഇവിടെ ഇന്ത്യയും ചൈന നമ്മളൊരു വാർ നടന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് അമേരിക്കയാണ്. കാരണം അദ്ദേഹത്തിന്റെ താരിഫ് യുദ്ധം ഒരു വഴിക്ക് നടക്കുന്നു. വികസനത്തിലേക്ക് കുതിക്കുന്ന 2 രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. സാമ്പത്തികമായിട്ട് മുൻപോട്ട് പോകുന്ന രാജ്യമാണ്. അപ്പൊ ഇവർ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ അത് കാലങ്ങളോളം നീണ്ടു നിൽക്കുമെന്നും 2 രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കുമെന്നും നന്നായി അറിയാം. ഇത് ട്രംപിനേക്കാൾ കൂടുതൽ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് വ്ളാഡിമിർ പുടിൻ. അതുകൊണ്ടാണ് അദ്ദേഹം RIC, അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സഖ്യമാണ്, റഷ്യ ഇന്ത്യ ചൈന സഖ്യം, അതാണ് RIC. ആ സഖ്യം
ഇപ്പോൾ വളരെ ഊർജിതമായിട്ടാണ് നടക്കുന്നത്. ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഉച്ചകോടിക്കായിട്ട് മോസ്കോയിൽ പോയും അവിടെ വെച്ച് ഷീ ജിൻപിങ്ങിനെ കാണുകയും കൂടെ ചെയ്തിരുന്നു. അപ്പം അവിടെ വെച്ച് നടന്ന ഒരു കൂടിക്കാഴ്ച, അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പ്രതിരോധ മന്ത്രി കിങ് ദോയിൽ പോയിട്ട് അവിടെ ചൈനയുടെ പ്രതിരോധ മന്ത്രിയുമായിട്ട് നമ്മളൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇപ്പോഴിത് അതിന്റെ 3-ാം ഘട്ടം ശ്രീ എസ് ജയശങ്കർ 14-15 ഈ മാസം 14-15 തീയതികളിൽ ബീജിംഗിലേക്ക് പോവുകയാണ്. അദ്ദേഹം ഒരു ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് അവിടെ പങ്കെടുക്കുന്നത് എങ്കിൽ പോലും അവിടെ ചില രഹസ്യ ചർച്ചകൾ നടക്കും എന്ന് തന്നെ മാധ്യമങ്ങൾ പറയുന്നത്. രഹസ്യ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഈ ഉച്ചകോടിയിലിടയിലല്ല, പേഴ്സണൽ ആയിട്ടുള്ള ചർച്ചകളുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതില് ചൈനീസ് ചില മാധ്യമങ്ങൾ പറയുന്നത് മാധ്യമ പ്രവർത്തകർക്കൊക്കെ കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് കയറില്ല, ഇതിന്റെ വിവരങ്ങൾ ഉദ്യോഗസ്ഥരോ മറ്റുള്ളവരോ ഈ ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തു വിടുകയുമില്ല എന്നവര് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒഫീഷ്യൽ ആണോ എന്നറിയില്ല. ഏതായാലും ഒഫീഷ്യലായിട്ട് ആ ചർച്ചയുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാക് സംഘർഷം, മറ്റൊന്ന് നമ്മളുടെ ഈ വിമാന സർവീസുകൾ, ഇന്ത്യയും ചൈനയുമായിട്ടുള്ള വിമാന സർവീസുകൾ നമ്മൾ തത്വത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നിർത്തിവെച്ചിരുന്നതാണ്. കോവിഡിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു നമ്മൾ നിർത്തിവെച്ചിരുന്നത്. അത് വീണ്ടും പുനരാരംഭിക്കുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ ആണ് നടക്കുന്നതെന്നാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് പറയുന്നത്. എങ്കിൽ പോലും അൺഒഫീഷ്യലായിട്ട് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ഒന്ന് ദലൈലാമ വിഷയത്തിൽ ഇന്ത്യയും ഈ പറയുന്ന ചൈനയും തമ്മിൽ ഒരു ചെറിയ അസ്വാരസ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുൾപ്പെടെ ചർച്ചയാകും. പ്രത്യേകിച്ച് അതിർത്തി വിഷയങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ചയാകും. ഒപ്പം തന്നെ ട്രംപിന്റെ താരിഫും അതിൽ ചർച്ചയാകും. അപ്പൊ ഈ RIC എന്ന് പറയുന്ന ഒരു സഖ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ ചൈന ആ ഒരു അച്ചുതണ്ട് പ്രശ്നങ്ങളില്ലാതെ പോകുന്നത്. ഫ്രണ്ട്ഷിപ്പ് ആണെന്നല്ല ഞാൻ പറയുന്നത്, പ്രശ്നങ്ങളില്ലാതെ പോകുന്നത് ഈ റഷ്യയുടെ ആ നേതൃത്വത്തിലുള്ള ഈ RIC ഈ സഖ്യം നിലനിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് RIC ട്രോയിക്ക. അപ്പൊ ഈ ട്രംപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ബ്രിക്സിനേക്കാൾ മുമ്പ് RIC തകർക്കേണ്ടത് അനിവാര്യമാണ്. കാരണം RIC ശക്തമായി കഴിഞ്ഞാൽ അത് ബ്രിക്സിന് പിന്നിൽ അണിനിരക്കുക തന്നെ ചെയ്യും. കാരണം ബ്രിക്സിന് ഏറ്റവും വലിയ ബലം RIC ആണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് സൈനിക തലത്തിലായാലും സാമ്പത്തിക തലത്തിലായാലും വിപണി തലത്തിലായാലും ഒക്കെ ബ്രിക്സിലെ മറ്റു രാജ്യങ്ങൾക്ക് ഒരു ഉത്തേജനം നൽകുന്ന RIC തന്നെയാണ്. അപ്പൊ RIC വളരെ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകും. ഇതുവരെ 23 യോഗങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് ഈ RICയുടെ ഉദ്യോഗതലത്തിലും മന്ത്രിതലത്തിലും ഒക്കെ നടന്നത്. അപ്പൊ അത് ട്രംപ് ഭയക്കുന്നുണ്ട്. ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലാഷ് ഉണ്ടായാൽ, ഒരു യുദ്ധം ഉണ്ടായാൽ, അതായത് ഇപ്പോൾ ദക്ഷിണേഷ്യയിൽ ഇനിയൊരു ദക്ഷിണേഷ്യയിൽ ഒരു സംഘർഷം ഉണ്ടായാൽ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ അല്ല മറ്റൊരു സംഘർഷം ഉണ്ടാവുകയാണ് എങ്കിൽ അത് സ്വാഭാവികമായിട്ട് തന്നെ ഈ ചൈനയെയും ഇന്ത്യയും വളർന്നു വരുന്ന രണ്ട് രാജ്യങ്ങളെ തകർക്കാൻ അത് ഉപകരിക്കും. തന്റെ കാൽക്കീഴിലേക്ക് ഇത് വരും. ഏഷ്യ തന്റെ കാൽക്കീഴിലേക്ക്, അമേരിക്കയുടെ കാൽക്കീഴിൽ പണ്ട് എങ്ങനെയായിരുന്നു ഏഷ്യ അതുപോലെ വരും. ബ്രിക്സ് രാജ്യങ്ങളുടെ ആ ഒരു ധാർഷ്ട്യം അതോടെ അവസാനിക്കും. റഷ്യയെ മുട്ടുകുത്തിക്കാൻ പറ്റും. അങ്ങനെ കുറെ സ്വപ്നങ്ങളാണ്. ഇതിന് ഒരു പരിധി വരെയൊക്കെ ട്രംപ് ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചൈനയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണെങ്കിൽ അവർ അവിടെയും ഇവിടെയും നിൽക്കുന്ന ഒരു രാജ്യമാണ്, അല്ലാതെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യമല്ല. ഒരുപക്ഷെ അവിടെ നിന്ന് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ഇതൊക്കെ സമ്മതിച്ചെന്നിരിക്കാം. ഒരുപക്ഷെ അത് സമ്മതിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ബംഗ്ലാദേശിലും മറ്റും പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് ചൈന ആയുധം കൊടുക്കുകയോ ഫണ്ട് ചെയ്യുകയോ ചെയ്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ചൈനയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം പാകിസ്ഥാനെ അവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ബംഗ്ലാദേശിനെ ഹെൽപ്പ് ചെയ്തിട്ടോ ഭീകരന്മാരെ ഹെൽപ്പ് ചെയ്തിട്ടോ അവർക്കൊന്നും നേടാനില്ല. ആരെ ഹെൽപ്പ് ചെയ്താൽ എന്ത് നേട്ടം കിട്ടും എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊന്നുകൂടി ചൈന കഴിഞ്ഞ കുറെ കാലമായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 2 മാസമാണ് ഈ ട്രംപിന്റെ ഈ താരിഫ് ഇഷ്യൂസ് വരുന്ന സമയം മുതൽ ചൈന ഇന്ത്യയുമായി അടുക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ചൈനയെ സംബന്ധിച്ച് ഇനി ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ട്രംപുമായി സംസാരിച്ച് ഈ താരിഫ് വിഷയം തൽക്കാലം ഒന്ന് ശമിക്കുമായിരിക്കാം. പക്ഷെ തൽക്കാലം ശമിക്കുക മാത്രമല്ല, അത് പിന്നീട് വരാൻ സാധ്യതയുണ്ടെന്ന് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേറൊരു വിപണി കണ്ടെത്തണം. കാരണം അങ്ങനെയാണല്ലോ, നമുക്കൊരു വിപണി അടയുമ്പോൾ നമ്മൾ വേറെ പല വിപണിയിൽ, അപ്പൊ അവിടത്തേക്ക് 100 പാക്കറ്റ് ബിസ്ക്കറ്റാണ് കൊടുത്തതെങ്കിൽ അവിടെ ഒരു കച്ചവടം നടക്കത്തില്ല. കാരണം അത് വിറ്റഴിക്കാൻ പാടാണ്. അപ്പൊ എന്ത് പറ്റണം, ഈ 100 പാക്കറ്റ് ബിസ്ക്കറ്റ് 100 ഇടങ്ങളിലായിട്ട് വിതരണം ചെയ്യണം. 100 ഇടങ്ങളിലായിട്ട് വിതരണം ചെയ്യുമ്പോൾ അതിന്റെ ഈ കയറ്റിറക്ക് കൂലികൾ ഓരോ സ്ഥലത്തേക്കുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജ് അടക്കം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ അവർക്ക് അതിനകത്തൊരു വരില്ല. പക്ഷെ ഇന്ത്യ കണക്ക് ഒരു രാജ്യത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറഞ്ഞത് 50 ബിസ്ക്കറ്റ് കവറെങ്കിലും അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പാക്കറ്റെങ്കിലും നമ്മുടെ ഇന്ത്യക്ക് കണക്ക് ഒരു രാജ്യത്ത് കൊടുത്താൽ അത് സേഫാണ് അവര്. പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ അതിനൊരു നീക്കം അവർ നടത്തുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാലും അവരെ ഇപ്പോൾ പിണക്കി മുമ്പോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇണക്കി പോവുക എന്നുള്ളത്. കാരണം നമ്മൾ ഒരു യുദ്ധത്തിലേക്ക് ചൈനയുമായിട്ട് പോയ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്നത് പോലെയല്ല, അത് കുറച്ചുകൂടെ ഹൈഫൈ വാറായിട്ട് മാറും. വലിയ ചെലവ്, സാമ്പത്തിക ചെലവ് വരുന്നൊരു സാധനമായിട്ട് മാറും. അത് ഈ ചൈനയ്ക്ക് നന്നായി അറിയാം. ആ ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടി നമ്മള് പിന്നെ സാമ്പത്തിക രംഗം തകർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പ്രത്യേകിച്ച് പണി വാങ്ങണ്ട. പിന്നെ ഈ പോക്കിന് പിന്നിൽ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇത് അമേരിക്കയ്ക്കുള്ള ഒരു താക്കീതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് എന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ താരിഫിന്റെ പ്രശ്നം ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ
നമ്മളുടെ ഈ മിന്നൽ നീക്കം ഇല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഈ എസ് ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രി ചൈനയിൽ എത്തുമ്പോൾ അത് അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. അതായത് ഞങ്ങൾ വീണ്ടും രമ്യതയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ട്രംപിന് ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും പിന്മാറേണ്ടി വരും. മാറിയതിനു ശേഷം ഇന്ത്യയെ കൂടുതൽ അടുത്ത് ചേർത്ത് പിടിക്കേണ്ടതായിട്ടും വരും. കാരണം നിലവിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് പൂർണ്ണ മനസ്സോടെ വിശ്വസിക്കാൻ പറ്റുന്നതും എന്തെങ്കിലുമൊക്കെ നടക്കുന്നതുമായിട്ടൊരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി അവരെ പിണക്കിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നൊരു ധാരണ വരും. ഈ ധാരണ പരത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഏതായാലും നരേന്ദ്രമോദി കഴിഞ്ഞാൽ അവരുടെ മന്ത്രിസഭയിൽ തന്നെ ഏറ്റവും കാലിബർ ഉള്ള അല്ലെങ്കിൽ ലോകം മുഴുവൻ പ്രശംസിക്കുന്ന ഒരു മന്ത്രി തന്നെ അതിന് പോകുന്നു എന്നുള്ളതാണ്. മറ്റു മന്ത്രിമാർ ചൈനയിൽ പോകുന്ന പോലെയല്ല എസ് ജയശങ്കർ. ഒന്ന് അദ്ദേഹം അവിടെ വളരെ കാലം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നയതന്ത്ര പ്രതിനിധി എന്ന നിലയിൽ, ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളോടാണ്. ചൈനീസ് ഭാഷ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായി തന്നെ അതൊരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. അതിന് തൊട്ട് മുമ്പ് അജിത് ഡോവൽ അവിടെ പോയിരുന്നു. അപ്പം എസ് ജയശങ്കർ പോകുന്ന അവിടെ വാങ്ങിയുമായിട്ട് ചർച്ച നടത്താൻ അവരുടെ വിദേശകാര്യമന്ത്രി. ആ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഒരു മെയിൽ ഇന്ത്യക്ക് അയച്ചിരുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിൽ അവരുടെ ചൈനീസ് മന്ത്രാലയം നരേന്ദ്രമോദിയെ ചൈനയിലേക്ക് ക്ഷണിച്ചുകൊണ്ടായിരുന്നു. ഷീ ജിൻ പിങ് നരേന്ദ്രമോദി ക്ഷണിച്ചിരുന്നു ഈ ഉച്ചകോടിക്ക് റഷ്യയിൽ ചെന്നപ്പോൾ. അതിനുശേഷം അതിന് അവർ ഒഫീഷ്യലായിട്ട് പിന്നെ അറിയിച്ചു. പക്ഷെ ഇന്ത്യ അതിന് മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല. അതങ്ങനെയാണല്ലോ, അത് പെട്ടെന്നല്ലല്ലോ അതിന് മറുപടി കൊടുക്കുന്നത്. അതിന്റെ ഷെഡ്യൂളുകളും കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ചിട്ടായിരിക്കും. എന്തായാലും നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകും. അന്ന് പറഞ്ഞു കേട്ടത് നരേന്ദ്രമോദി ചൈനയിൽ എത്തുമ്പോൾ ഒരു വലിയ ചില കരാറുകളിൽ അന്ന് ഒപ്പിടും എന്ന് കേട്ടിരുന്നു മുമ്പ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അഭ്യൂഹങ്ങൾ മാത്രമാണ്. അവിടെ എത്തുമ്പോൾ അങ്ങനെ ചെയ്യും എന്നുള്ളത്. വലിയ കരാറുകൾ ഒപ്പിടും, വലിയ ചില നീക്കങ്ങൾ, വലിയ പ്രഖ്യാപനങ്ങൾ ഷീ ജിൻ പിങ്ങും നരേന്ദ്രമോദിയായിട്ട് ചൈനയിൽ നടത്തുമെന്നാണ്. പക്ഷെ ഇപ്പൊ ഷീ ജിൻ പിങ്ങിനെ നമ്മൾ കേൾക്കുന്നില്ല. ഇത് വാർത്ത ഒരു 2 മാസത്തിന് മുമ്പ് വന്നതാണ്. അപ്പൊ ഏതായാലും മോദിയെ ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാങ്വി, അവരുടെ വിദേശകാര്യമന്ത്രി വാങ്വി ഈ മാസം ഒടുക്കം ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. ഇന്ത്യ സന്ദർശിച്ചിട്ട് അദ്ദേഹം ഈ അജിത് ഡോവലുമായിട്ടാണ് ചർച്ച നടത്തുന്നത്. ഇതിന്റെ ഇടയ്ക്ക് അജിത് ഡോവല് ഈ യുദ്ധത്തിന് തൊട്ടു മുമ്പ് ചൈനയിൽ പോയിരുന്നു. യുദ്ധം കഴിഞ്ഞിട്ടും അദ്ദേഹം ചൈനയിൽ പോവുകയും ചെയ്തിരുന്നു. അപ്പം ഇതിനകത്ത് നടക്കുന്നത്, ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്ന ഒരു പണി ഇപ്പോഴത്തേത് യുദ്ധമുണ്ടാക്കുക എന്നുള്ളതല്ല, ഇല്ലെങ്കിൽ സംഘർഷത്തിന്റെ വഴി സ്വീകരിക്കുക എന്നുള്ളതല്ല ഇന്ത്യ അവിടെ പോകുന്നത്. അതൊരു സമവായം വെട്ടിത്തുറക്ക് 2 രാജ്യങ്ങൾക്ക് ഗുണപ്രദമായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതായത് പരിമിതമായ രീതിയിൽ. വലിയ രീതിയിൽ ഇപ്പൊ ചൈനീസ് മാർക്കറ്റ്, ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ മാർക്കറ്റ് വലിയ രീതിയിൽ തുറന്നു കൊടുക്കാൻ കഴിയില്ല. കാരണം അവരുടെ നമ്മുടെ പ്രൊഡക്റ്റിന് കോമ്പറ്റീറ്റീവ് നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് 10 രൂപയാണ്, നമുക്ക് ക്വാളിറ്റി ഉണ്ട്. അവർക്ക് ക്വാളിറ്റി ഇല്ലെങ്കിലും 2 രൂപയുടെ പ്രൊഡക്റ്റ് അവർ ഇറക്കും, സെയിം സാധനം. നമ്മൾ കണ്ടിട്ടുള്ള മൊബൈൽ ഫോണൊക്കെ അവർ ഇറക്കിയിട്ടുള്ളത് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത് നമുക്ക് തുറന്നു കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ പറയുന്നത്, ഇപ്പൊ നമ്മുടെ അങ്ങോട്ടേക്കുള്ള കയറ്റുമതിയും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കും അവർക്കും കൂടെ ഒന്നിച്ചു പോകാൻ പറ്റുന്ന ചില മേഖലകളിൽ ഒന്നിച്ചു പോവുക. ഒപ്പം തന്നെ അതിർത്തിയിലെ സംഘർഷം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, അത് അധികം കൂടാതെ നോക്കുക. മറ്റൊന്ന് ദലൈലാമ വിഷയമാണ്. അതിനകത്തൊരു ക്ലാരിറ്റി ചൈനയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചൈനയും നമ്മളുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണത്. ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞൊരു സ്റ്റാൻഡാണ് എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് തോന്നിയത്. ദലൈലാമ തീരുമാനിക്കട്ടെ, ഞങ്ങൾ അതിന് പിന്തുണയ്ക്കും. അതല്ലാതെ ഞങ്ങളായിട്ടൊന്നും ആരെ പിൻഗാമിയാക്കണമെന്ന് എങ്ങനെ വേണമെന്ന് ഞങ്ങൾ പറയില്ല. അങ്ങനെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തുന്നു. അതായത് എന്തായാലും ഈ ഒരു യാത്ര നല്ലത് തന്നെയാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം അത് എങ്ങനെ അതിന്റെ ഒരു മഞ്ഞുരുകലിന്റെ, കാരണം 2020 നമുക്കറിയാം വലിയ സംഘർഷം ഉണ്ടായിട്ട് നമ്മൾ വലിയ അകൽച്ചയിലേക്ക് പോയ 2 രാജ്യങ്ങൾ അത് വീണ്ടും പ്രത്യേകിച്ച് ഇപ്പോൾ ട്രംപിന്റെ ഒരു താരിഫ് യുദ്ധമൊക്കെ എല്ലായിടവും ഇങ്ങനെ നിൽക്കുമ്പോൾ, എല്ലായിടും ഒരു സാമ്പത്തിക മാധ്യമത്തിലൊക്കെ നിൽക്കുമ്പോൾ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു ചെറിയ സമരസത്തിൽ പോയാൽ അല്ലെങ്കിൽ സ്നേഹത്തിൽ പോയാൽ അതിനൊരു ചുക്കായം പിടിക്കുന്ന രാജ്യം റഷ്യ തന്നെയാണ്. ഈ RIC ട്രോയ്ക്കയാണ് അതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. അതൊരു പക്ഷെ കൂടപ്പെടും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. എന്തായാലും ആയിരക്കണക്കിന് കോടികൾ വില വരുന്ന ആയുധ സംവിധാനം, പടക്കോപ്പ്, ഇതെല്ലാം ഇന്ത്യ വാങ്ങിക്കൂട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ ചൈനയിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ചൈനയിൽ വിക്ഷേപിക്കാനാണ് കേട്ടോ. ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ, അവിടെയായിട്ട് വിടാനായിട്ടുള്ള മിസൈലുകൾ നമ്മൾ വാങ്ങിച്ചില്ല എന്ന് കേൾക്കാത്ത, ആ പ്രതിരോധ വാർത്തകൾ കേൾക്കാത്ത ഒരു ദിവസങ്ങളില്ല. ഇന്നും ഒരു വാർത്ത കേട്ടു, ഇസ്രായേലിൽ നിന്ന് ലാറ എന്ന് പറയുന്ന മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ തകർത്തകത്തേക്ക് പോകാൻ പോകുന്ന ഒരു മിസൈൽ വാങ്ങിച്ചു എന്നുള്ള റിപ്പോർട്ട് നമ്മൾ കേട്ടതാണ്. പോരാത്തതിന് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന് വേണ്ടി വലിയൊരു തുക മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ത്യയുടെ മൊത്തം GDP-യുടെ 2.5% പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചു എന്ന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് പറയുന്നുണ്ട്. ഈ പ്രതിരോധ ബജറ്റിന്റെ 75% ആഭ്യന്തരമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് നീക്കിവെച്ചിട്ടുള്ളത്. വിദേശ ആയുധ നിർമ്മാതാക്കളെ നമ്മൾ ണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. യുദ്ധമുണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടാകും എന്നൊക്കെ ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. പക്ഷേ ചൈനയെ പ്രതിരോധിക്കാൻ രാജ്യം വേണ്ട രീതിയിലുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനിടയിലാണ്
ജയശങ്കർ ഈ യാത്ര നടത്തുന്നത് അത് ചിലപ്പോൾ ട്രംപിനുള്ള ഒരു മുന്നറിയിപ്പായിരിക്കാം. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട എന്നുള്ളത് കൂടെ ആയിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്തായാലും താങ്ക് യു ചേട്ടാ. വരുന്ന ദിവസങ്ങളിൽ അറിയാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. താങ്ക് യു സോ മച്ച്.